ഈ പേരുകളെല്ലാം പറയുമ്പോഴും നമ്മൾ കാണേണ്ടതും വിസ്മരിച്ചു പോയതുമായ ഒരു പേരുണ്ട്, ശ്രീ രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് മികച്ച പ്രകടനമാണ് അദ്ദേഹം പോയ നാളുകളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് എന്തുകൊണ്ട് സജീവമായി ഈ പറയുന്നത് പോലെ പരിഗണിക്കപ്പെടുന്നില്ല? പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വീണ്ടും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ഇനി അടുത്ത മുഖ്യമന്ത്രിയായി പരിഗണിക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർത്തിക്കാട്ടാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ താങ്കൾ എങ്ങനെ കാണുന്നു? രമേശ് ചെന്നിത്തല അങ്ങനെ എഴുതി തള്ളാവുന്ന ഒരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രമേശ് ചെന്നിത്തല മികച്ച പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ അന്ന് റിപ്പോർട്ടിംഗ് നിന്നിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നത്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങളെല്ലാം 100% സത്യമായിരുന്നു. പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല. അത് അന്ന് പ്രത്യേക ചില സാഹചര്യങ്ങളുണ്ട്, കോവിഡും മറ്റു വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ജനത്തിന് ഈ വിഷയങ്ങളെക്കാൾ ശ്രദ്ധിക്കാൻ മറ്റു ചില അവരെ ആശങ്കപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു. ശബരിമല വിഷയം വന്നു, പലതും ഉണ്ടായിരുന്നു. അപ്പം അവരെ ആശങ്കപ്പെടുത്തുന്ന അവരുടെ നാളെ എൻ്റെ ജീവൻ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കുന്ന ചില സാഹചര്യം. കാര്യം അന്ന് കോവിഡ് അങ്ങനെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ജനം ഈ ആരോപണങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. ഒന്നും. രണ്ടാമത് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ വേണ്ട വിധം പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനോ കഴിഞ്ഞതുമില്ല. അന്നത്തെ സംഘടനാ സംവിധാനം അതിന് ഉപയോഗപ്പെടുത്താനായിട്ട് സംഘടനാ സംവിധാനം അതിനനുസരിച്ച് ചലിച്ചതുമില്ല. രണ്ടുമുണ്ട്. അദ്ദേഹത്തിന് മാത്രം കുഴപ്പമില്ല, അങ്ങനത്തെ സംഘടനാ സംവിധാനം അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിനും അത് ഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ ഇന്നും രമേശ് ചെന്നിത്തലയെ എഴുതി തള്ളാവുന്ന ഒരു നേതാവായി ഞാൻ കാണുന്നില്ല.